ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്രോപ്പ് ടോപ്പാണ് നമ്മൾ തുന്നാൻ പോണേ. അതിനായിട്ട് 1 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി 36 ഇഞ്ചാണ്. ഞാൻ ബ്ലൗസ് പീസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ലൈനിങ്ങും ഞാൻ 1 മീറ്റർ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് വീതിയിൽ 2ആയിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ബ്ലൗസ് മെറ്റീരിയലൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത്, അതേപോലെ തന്നെ മടക്കിയിട്ടേക്കണേ. വീതിയിൽ 2ആയിട്ട് മടക്കിയാണ് ഇട്ടേക്കണേ. അങ്ങോട്ടേക്ക് ഇതിൻ്റെ നീളമാണ് 1 മീറ്റർ നീളം. ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ താഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ചാണ്, കണ്ടോ, ഇതേപോലെ 18 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത്. തയ്ച്ച് കഴിയുമ്പോൾ അപ്പോൾ നമുക്കൊരു 16.5 ഇഞ്ച് ലെങ്ത്തിൽ ക്രോപ്പ് ടോപ്പ് കിട്ടും. നിങ്ങൾക്ക് അതിലും കൂടുതലാണ് ഇറക്കം വേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ മടക്കരുത്, വേറെ രീതിയിൽ വേണം മടക്കാനായിട്ട്. വീതിയിൽ 2ആയിട്ട് മടക്കി വെച്ചേക്കുന്ന മെറ്റീരിയൽ നമ്മളിത് ഇതേപോലെ നീളത്തിൽ ഒന്നുകൂടി മടക്കി 4 ഫോൾഡ് ചെയ്യുവാണ്. ഇങ്ങനെ മടക്കുന്നതിൻ്റെ വീതി നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് വണ്ണം ഉണ്ടല്ലോ, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് അത്രയും ഭാഗത്ത് 10.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇവിടെ 11 ഇഞ്ച് കിട്ടുന്നുണ്ട്. കൃത്യം 10.5 എടുക്കേണ്ട, 11 ഇഞ്ച് കിട്ടുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് നമ്മളത് മുറിച്ച് മാറ്റുവാണ്. മുറിച്ച് കഴിയുമ്പോൾ ഇവിടെ ഫോൾഡഡ് സൈഡാണ് കിട്ടുന്നത്, അവിടെ 4 ഓപ്പൺ സൈഡ് കിട്ടുന്നുണ്ട്. അതേപോലെ മേളിൽ 2 ഫോൾഡഡ് സൈഡാണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഷോൾഡർ 6.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ആം ഹോളിന് വേണ്ടിയിട്ട് 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്ത പോയിന്റിൽ ചെസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 10.5 ഇഞ്ചാണ് കിട്ടുന്നത്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ കൊളുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ പീസ് നമ്മൾ 2ആയിട്ട് മുറിക്കും. അത് പിന്നെ കൂട്ടി തയ്ക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വേണ്ടി. അപ്പോൾ ബാക്കിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ 11 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തേക്ക് 18 ഇഞ്ചാണ് നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഷോൾഡറിൽ ടേപ്പ് വെച്ചിട്ട് 18 ഇഞ്ച് താഴെ നിങ്ങളുടെ വണ്ണം എത്രയാണെന്ന് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക. എന്നിട്ട് അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ്ങും കൂടി ആഡ് ചെയ്ത് ഇവിടെയായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് 10 ഇഞ്ചാണ് കിട്ടിയത്, അത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 12.5 ഇഞ്ചിലാണ് ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ഇനി ആ പോയിന്റിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 9.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബാക്കിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് 10 ഇഞ്ചിലും മാർക്ക് ചെയ്തു. അതേപോലെ താഴെയും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി ഈ 3 പോയിന്റുകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുവാണ്. ആദ്യം ബാക്കിലെ 3 പോയിന്റുകളും തമ്മിലാണ് നമ്മളിതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നത്. അതിനുശേഷം ഫ്രണ്ടിലത്തേക്ക് വേണ്ടി മാർക്ക് ചെയ്ത 3 പോയിന്റുകളും തമ്മിലും കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിവശത്തായിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് മേലെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തേക്കുക. ഇനി ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം വരച്ച ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലെയായിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ആ പോയിന്റിൽ കൂടി ബാക്കിലെ ആം ഹോള് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ ബാക്കിലെ ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്ത 3 പോയിന്റിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രണ്ടിലെ ആം ഹോള് ഇതേപോലെ കുഴിച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്ക് വിട്ട് നമ്മൾ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കുക. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് വി ഷേപ്പാണ്, കേർവ്ഡ് വി ഷേപ്പാണ് വരയ്ക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി വരച്ചേക്കുക. ഇനി നമ്മൾ കഴുത്തും ബാക്കിലെ ആം ഹോളും കൂടിയിട്ട് ബാക്കിലെ ആ പോയിന്റുകളും കൂടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. തുണി മടക്കി വെച്ചപ്പോൾ നമ്മുടെ മേളിൽ ഫോൾഡഡ് സൈഡ് ആയിരുന്നില്ലേ, അപ്പോൾ ഷോൾഡർ തമ്മിൽ ഇതേപോലെ കട്ട് ചെയ്തൊന്ന് വിടിയിച്ചേക്കുക. ഇനി അതിൽ നിന്ന് ബാക്കിലെ പീസ് മാറ്റിയിട്ട് ഫ്രണ്ടിലെ ആം ഹോളും മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ബാക്കിലേക്ക് വേണ്ടി കട്ട് ചെയ്ത തുണി ഞാൻ 2ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്.
ഇതിൻ്റെ സെൻറ്ററിൽ കൂടി നമ്മൾ കട്ട് ചെയ്ത് 2 പീസായിട്ട് എടുക്കുകയാണ്. നമ്മൾ കൊളുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ 2ആയിട്ട് മുറിക്കുകയാണ്. ഇനി ബാക്കിലത്തേക്കും ഫ്രണ്ടിലത്തേക്കും നമ്മൾ നല്ല തുണി മാത്രമാണ് കട്ട് ചെയ്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്യണം. അതിന് മുന്നേ ഇതിൻ്റെ നല്ല വശവും മോശം വശവും നമ്മൾ ചോക്ക് വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിയുമ്പോൾ ഇതേപോലത്തെ മെറ്റീരിയലിൽ നമുക്ക് ഫ്രണ്ടും നല്ല വശവും ബാക്ക് വശവും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ മോശം വശത്ത് ഞാൻ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്കിലെ ഒരു പോർഷനാണ്. എന്നിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് താഴത്തെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ വശത്തും ഓരോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുവാണ്. ഇത് ബാക്കിലെ രണ്ടാമത്തെ പോർഷനാണ്. അതിൻ്റെയും നല്ല വശത്തേക്ക് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ വശവും താഴത്തെ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ വശവും ലൈനിങ്ങുമായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുവാണ്. ഇവിടെ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ വശത്തും കൊടുത്തു. ഇനി അടിവശത്ത് 1 ഇഞ്ച് മേലെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയേക്കുന്നത്. അത് ആ ലൈനിങ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത്ര വരെ സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. ഇനി ഇതിൻ്റെ നല്ല വശം ഇതുപോലെ പുറത്തെടുക്കണം. എന്നിട്ട് കത്രിക വെച്ചിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തേക്കുക. അതിനുശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, അടിവശത്തെ ആ ലൈനിങ് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചേക്കുക. നല്ല തുണിയിൽ കൊള്ളാത്ത രീതിയിൽ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കണം. ഇതേപോലെ ബാക്കിലെ ഒരു പോർഷൻ കൂടി ഉണ്ടല്ലോ, അതും ഇതേപോലെ ചെയ്തെടുക്കണം. നല്ല തുണിയുടെ അടിവശം ഞാൻ മടക്കി തയ്ക്കുന്നില്ല. അത് ഫിനിഷ്ഡ് ആയിട്ടുള്ള എഡ്ജാണ്. നിങ്ങളുടെ അങ്ങനെ അല്ലെങ്കിലും മടക്കി തയ്ക്കണം. ഞാൻ മടക്കി തയ്ക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ബാക്കിലെ പോർഷൻ്റെ ലൈനിങ് ഒക്കെ ഞാൻ മടക്കി തയ്ച്ച് കഴുത്തിൽ കൂടിയൊക്കെ ഒരു ടോപ്പ് സ്റ്റിച്ചൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ബാക്കിലെ 2 പോർഷനിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ പോർഷനിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് ലൈനിങ് ഇതേപോലെ എടുത്ത് വയ്ക്കുകയാണ്. നല്ല വശവും ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ചിട്ട് കഴുത്തിൽ കൂടി മാത്രമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇത് ഫ്രണ്ടിലെ പോർഷനാണ്. കഴുത്തിൽ കൂടി മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുക്കുവാണ്. അതിനുശേഷം ആ സ്റ്റിച്ച് പൊട്ടാത്ത രീതിയിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് ഇതേപോലെ മോശം വശത്തോട്ടാക്കിയിട്ട് കഴുത്തിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അതേപോലെ ബാക്കി എല്ലാ വശവും ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യണം. ഇത് ബാക്കിലെ പോർഷനാണ്. നമ്മൾ കൊളുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബാക്കിലെ പോർഷൻ 2ആയിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അതിനായിട്ട് പ്ലാങ്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ 3 ഇഞ്ച് വീതിയുള്ളൊരു ക്രോസ് പീസും അതേപോലെ 2 ഇഞ്ച് വീതിയുള്ളൊരു ക്രോസ് പീസും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിലാണ് ചേർത്ത് വയ്ക്കേണ്ടത്. ഇതിൻ്റെ ലെങ്ത്ത് ടോപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തേക്കുന്നത്. മുകളിലും കുറച്ച് ഇതേപോലെ കയറി നിൽക്കണം. അതേപോലെ തന്നെ താഴെ ഭാഗത്തും കുറച്ച് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തേക്കുന്നത്. കണ്ടോ? ഇനി ഇതും ടോപ്പും തമ്മിൽ കൂട്ടി തയ്ക്കാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ മുകളിലും ഒരു 1/2 ഇഞ്ച് കയറി നിൽക്കണം. താഴെയും ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ക്രോസ് പീസ് വയ്ക്കുന്നത്. എന്നിട്ട് താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുവാണ്. കണ്ടോ? അതേപോലെ തന്നെ 2 ഇഞ്ച് വീതിയുള്ള തുണിയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുവാണ്. ഇവിടെ ഞാൻ ആ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 3 ഇഞ്ച് വീതിയുള്ള തുണിയില്ലേ, അതിൻ്റെ 1/2 ഇഞ്ച് ഇതേപോലെ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ മടക്കിയ ഭാഗം ആ സ്റ്റിച്ചിലേക്ക് ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് നിവർത്തുക. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് ഇതേപോലെ എക്സ്ട്രാ കിട്ടും. എന്നിട്ട് ആ മുകളിൽ കൂടുതലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് അകത്തേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴെ വരുമ്പോഴത്തേക്കും താഴെയും എക്സ്ട്രാ ഉള്ള ഭാഗം ഇതേപോലെ അകത്തേക്ക് മടക്കി വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തേക്കുക. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന പോലെ കിട്ടും. ഇനി 2 ഇഞ്ച് നമ്മളെടുത്തത് ഇതേപോലെ പകുതി വെച്ച് മടക്കുക. ഫ്രണ്ടിലേക്ക് നിവർത്തിയിട്ട് ആ എക്സ്ട്രാ നമ്മൾ മുകളിലെടുത്തില്ലേ, അത് അകത്തേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി മോശം വശത്തേക്ക് പോകുന്ന പോലെ താഴത്തും ഫോൾഡ് ചെയ്യണേ. എന്നിട്ട് അത് മൊത്തം മോശം വശത്തേക്ക് അകത്തേക്കാക്കിയിട്ട് ഇതേപോലെ മടക്കി തയ്ച്ചേക്കണം. മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കണം.
ഇപ്പോൾ രണ്ടും നമ്മൾ ഇതേപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. കൊളുത്ത് വെച്ച് കഴിയുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് ബാക്ക് പീസ് കിട്ടുക. ഇനി ഞാൻ ഇതിൽ ടക്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ ടക്സിനായിട്ട് എക്സ്ട്രാ ലൂസിങ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 2 ഇഞ്ച് ലൂസിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ടക്സിനായിട്ട് പ്രത്യേകം ലൂസിങ് എടുത്തിട്ടില്ല. നിങ്ങൾ 2 ഇഞ്ച് ലൂസിങ് ആണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ പ്രത്യേകം ടക്സിനായിട്ട് ലൂസിങ് എടുക്കണം എന്നില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മാർക്കിങ് നോക്കാം. നമ്മൾ ഷോൾഡറിൽ നിന്ന് 10.5 ഇഞ്ച് താഴെ ബേസ് പോയിൻ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബേസ് ഡിസ്റ്റൻസ് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് 1 ഇഞ്ച് നമ്മൾ തള്ളി നിൽക്കുന്നത് കണക്ക് കൂട്ടുന്നില്ല. ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 5 ഇഞ്ച് അത്ര എടുക്കുന്നുള്ളൂ. ഏറ്റവും താഴെ വരെ എടുക്കുന്നില്ല. ഒരു 5 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണ്. ഇനി ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സെൻറ്റർ, അതായത് 2.5 ഇഞ്ച് അതും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ 1/2 ഇഞ്ച് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ഇതേപോലെ ഒരു ഓവൽ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് നടുക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഇത് രണ്ടായിട്ട് ഇതേപോലെ മടക്കുക, കണ്ടോ? എന്നിട്ട് ആ ഓവൽ ഷേപ്പിൽ കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ടക്സ് കൊടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ രണ്ടാമത്തെ പീസിലും മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ്, അതിലും ടക്സ് മാർക്ക് ചെയ്യാനായിട്ട് ഇതിപ്പോൾ സെൻറ്ററാണ്. ഷോൾഡറിൽ നിന്ന് 10.5 ഇഞ്ചിൽ ബേസ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് 3.5 ഇഞ്ച് ബേസ് ഡിസ്റ്റൻസ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പോയിന്റിലേക്ക്. എന്നിട്ട് അവിടെ നിന്നും താഴത്തേക്ക് 5 ഇഞ്ചിൽ ഇതേപോലെ 5 ഇഞ്ചിൽ വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ 2.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ആദ്യം ചെയ്തില്ല അതേപോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ വരും. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ടക്സൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കിട്ടണേ. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് 3-4 സ്റ്റിച്ച് കൊടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്യണം. അടുത്തത് സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണേ. അതിനായിട്ട് നമ്മൾ ആദ്യം മടക്കി വെച്ചില്ലേ അതുപോലെ തന്നെയാണ് മടക്കി വെച്ചേക്കുന്നത്. എന്നിട്ട് ആം ഹോൾ നമ്മൾ 6.25 ഇഞ്ച് എടുത്ത്, അപ്പോൾ 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 8.25 ഇഞ്ച് കിട്ടുന്ന പോലെയാണ് മടക്കി വെച്ചേക്കുന്നത്. അവിടെ ഇപ്പോൾ 10 ഇഞ്ച് കിട്ടുന്നുണ്ട്. 8.25 ഇഞ്ച് മതി, 10 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ പഫ് സ്ലീവ്സ് ആണ് വെക്കുന്നത്. അപ്പോൾ പഫിനായിട്ട് നമ്മൾ ആദ്യം ഒരു 4 ഇഞ്ച് ഇതേപോലെ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരക്കുവാണ്. ഇനി ആ ലൈനിലാണ് നമ്മൾ ബാക്കി മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ആം ഹോളിന് 6.25 എടുത്തു, 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 8.25 ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് ആം ഹോൾ കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ 2 പോയിന്റുകളും തമ്മിൽ ചേർത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററും ഇതേപോലെ നമ്മളിതാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ സെൻറ്ററിൽ കൂടി വേണം ആം ഹോള് കുഴിച്ച് വരയ്ക്കാനായിട്ട്. സെൻറ്റർ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് ഇല്ലേ, ആ പോയിൻ്റ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആദ്യം വരച്ച ലൈനിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് ഒരു യു ഷേപ്പ് ഇതേപോലെ ആ വളവിൻ്റെ അങ്ങോട്ടേക്ക് വരച്ചു കൊടുത്തേക്കുക. നമ്മൾ ആം ഹോൾ കുഴിച്ച് വരച്ച ആ ഭാഗത്തേക്ക് ഇതേപോലെ മുട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പഫിന് വേണ്ടിയിട്ട് മെഷർ ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് ആണ് നോക്കുന്നത്. അത് നമ്മൾ രണ്ടാമത് വരച്ച സ്ട്രെയിറ്റ് ലൈനിൽ വെച്ച് തന്നെയാണ് നോക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ 10 ഇഞ്ച് എടുക്കുന്നുണ്ട്, 10.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ബോട്ടം വിട്ട് 6 ഇഞ്ചാണ് എടുക്കുന്നത്. അതും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ആ 2 പോയിന്റുകളും തമ്മിൽ കൂട്ടിമുട്ടിച്ച് സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതേപോലെയാണ് സ്ലീവ്സ് കിട്ടുന്നത്. ഇതിൽ ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റുവാണ്. പ്ലീറ്റ്സ് കൊടുക്കേണ്ട ആ ഭാഗത്ത് നമ്മൾ നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത്രയും ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. ഇതേപോലെ മുകളിലോട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. നല്ല വശത്താണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഈ സൈഡിൽ ഞാനിപ്പോൾ 6 പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ വരെ ഇട്ട് കൊടുക്കുന്നില്ല, സെൻറ്ററിന് ഒരു 3/4 ഇഞ്ച് മുന്നേ വെച്ച് നിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത സൈഡിലും ഇതേപോലെ അകത്തോട്ട് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ സൈഡിൽ നമ്മൾ 6 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തെങ്കിൽ അടുത്ത സൈഡിലും ഇതേപോലെ അകത്തോട്ട് 6 പ്ലീറ്റ്സ് തന്നെ ഇട്ട് കൊടുക്കണം. 2 സൈഡിലും ഒരേ നമ്പർ ഓഫ് പ്ലീറ്റ്സ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചേക്കണേ, അത്രയേ ഉള്ളൂ. ഇനി സ്ലീവും
ടോപ്പും കൂടി കൂട്ടി തയ്ക്കണം. അതിനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിലാണ് ചേർത്ത് വയ്ക്കേണ്ടത്. ഇതേപോലെയാണ് നമുക്ക് സ്ലീവ് വരുന്നത്. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് വശത്തോട്ടും പോകണം. തിരിച്ച് സെൻറ്ററിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം. കണ്ടോ? ഇതേപോലെ അടുത്ത സ്ലീവ്സും ചെയ്തെടുക്കണം. അങ്ങനെ സ്ലീവ്സ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് കണ്ടോ, രണ്ട് സ്ലീവ്സ് ഞാൻ ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. സ്ലീവ്സ് തൊട്ട് താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. രണ്ട് സ്ലീവ്സിൻ്റെയും തുടങ്ങിയിട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കണം. അതേപോലെ അടുത്ത സൈഡിലും അങ്ങനെ തന്നെ സ്ലീവ്സ് തൊട്ട് താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. നമ്മുടെ അളവിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൂടി കഴിയുമ്പോഴത്തേക്കും ഇതേപോലെയാണ് നമുക്ക് കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.